രമേശേട്ടാ. ആ എന്തൊക്കെയാ? നിങ്ങളവിടെ ഇത്തിരി കുറച്ച് ദിവസമായിട്ടോ. വീട്ടിലെത്തിയോ? വീട്ടിലെത്തി. അമ്മയ്ക്കും കുട്ടിക്കും സുഖം തന്നെയല്ലേ? പിന്നെ ആ സമയത്ത് സിസേറിയൻ സമയത്ത് രമേശേട്ടന്റെ ബ്ലഡ് തന്നുകൊണ്ട് വളരെ ഉപകാരമായിട്ടാ. അങ്ങനെയൊന്നും പറയില്ലടോ, പരസ്പരം സഹായിക്കാന്നുള്ളതല്ലേ മനുഷ്യന്മാരുടെ ധർമ്മോ. വളരെ ഉപകാരമായി. ആ ഒരു സമയത്ത് ഞാൻ കിട്ടാതെ നന്നായിട്ട് ടെൻഷൻ അടിച്ചു പോയി. താങ്ക് യു രമേശേട്ടാ, താങ്ക് യു. അങ്ങനെ നന്ദിയൊന്നും പറയണ്ട. രമേശേട്ടൻ എന്തായാലും വീട്ടിൽ വരാട്ടോ. കുട്ടീനെ അനുഗ്രഹിക്കണം. എന്തായാലും വരണം. ഞാൻ വരും. അയ്യോ, എനിക്ക് എന്തായാലും കാണണ്ടേ, കുട്ടീനെ എന്തായാലും കാണണ്ടേ. ഞാൻ ഇപ്പൊ തന്നെ വരാം കേട്ടോ. എന്തൊക്കെയാണ് സുഖല്ലേ? എവിടെ കുട്ടിയോടെ? ഇതാണ്ടോ നമ്മളെ ആള്. ഹലോ, നല്ല ഉറക്കാണല്ലോ. ഒരു സെൽഫി എടുത്താട്ടെ. ഞാൻ ഇതൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യട്ടെ. അല്ലേടാ ഇവളെവിടെ പോയി? വിളിക്കാൻ പോയതാണ്. കണ്ടട പോസ്റ്റ് ചെയ്ത് തീർന്നില്ല, അപ്പോഴേക്ക് ലൈക്ക് വന്നു കേട്ടോ. ഹലോ മേശേട്ടാ, ഇത് എന്ത് ക്യാപ്ഷനാ വെച്ചിരിക്കണേ? എന്തേ? എന്റെ ചോരയിൽ പിറന്ന കുഞ്ഞോ? ഞാനല്ലേ ചോര എടുത്ത്? അപ്പൊ ഞാൻ കൊടുത്ത ചോരയിൽ പറഞ്ഞ കുട്ടി എന്റെ കുട്ടിയല്ലേ? എന്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞിന് എന്താ തെറ്റ്? എന്നാലും ചോര വാങ്ങുമ്പോ എനക്കന്മാര് വർത്താന്നില്ലല്ലോ. അവനിപ്പൊ സ്വഭാവമൊക്കെ മാറി. ഇതാരണ്ടാ? എന്താ അത്? കുളി കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഭക്ഷണം. എന്താ ഭക്ഷണം? കഞ്ഞിയും പയറോ? എടോ, പയറ് കൊടുക്കാൻ പറ്റില്ല, ഗ്യാസ് എന്നൊക്കെ അറിയില്ലേ? അത് കൊടുത്തിട്ട് കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഓരോന്ന് വായ തോന്നിയായിട്ട് കൊടുക്കുക. ഭക്ഷണമൊക്കെ ഞാൻ പറഞ്ഞില്ല, കൊടുത്താൽ മതി. എടുക്കണോ? രാവിലെ കേട്ടോ, 5 അണ്ടിപ്പരിപ്പ്, 5 മുന്തിരി, 5 ബദാം, 5 പിസ്ത. ഇത് അടിച്ച് ജ്യൂസ് അടിക്കണം, പാലില് ജ്യൂസ് അടിക്കണം. ഉച്ചക്ക് എന്താ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉച്ചക്ക് വരൂ, അതേമാതിരിയെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ കുട്ടിയാണത്. ഞാൻ നോക്കണ്ടാട്ടാ, ഒന്നോട്ട് പേടിക്കണ്ട. ഒന്നോട്ട് അറിയില്ല. ഏതാണ്ടോ ഇയാള് സിസേറിയൻ ബ്ലഡ് തന്ന ആളാ, അതിന്റെ അധികാരം. ഇനിയിപ്പോ ഇയാൾ ഉച്ചയ്ക്കും വരുമോ? ഉച്ചയ്ക്കുന്നില്ല, കാലാകാലം വരും. ഇനിയിപ്പോ എന്തായാലും ഒരു സോൾവ് മാർഗം. നീ എവിടെന്നെങ്കിലും 2 കുപ്പി ബ്ലഡ് സംഘടിപ്പിച്ച് അയക്കെ കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ കാലാകാലം നമ്മൾ സഹിക്കേണ്ടി വരും. വൈദ്യരെ, ഞാനീ പറഞ്ഞ സാധനമൊക്കെ എനിക്ക് വൈദ്യരെ അവിടെ കിട്ടണം. 5 കിലോ രക്തം തരാം. പിന്നെ കുങ്കുമപ്പൂ 2 കിലോ. പിന്നെ മറ്റേ ഇത് കസ്തൂരി മഞ്ഞൾ. പിന്നെ ഈ സ്വർണ്ണം അരച്ച് ചേർക്കണ തേനും പയമ്പൂ. സ്വർണ്ണം ഞാൻ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം. നിന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനാണെന്ന് എനിക്ക് വൈകുന്നേരം അവിടെ കിട്ടണം. ഒക്കെ കേട്ടോ. ശരി. നിന്റെ രക്തത്തിനൊരു വിലയില്ലല്ലോ. എനിക്കതിനെ വെറുതെ വിടാൻ പറ്റുമോ? നിന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞല്ലേ, അതിന് ഞാൻ നോക്കണ്ടേ? ഇല്ല, ഓർക്ക് എന്തും പറയാലോ.